കടലുകൾ കരയിലേക്ക് ഒഴുകുന്ന കാലം, നമ്മുടെ നാലയലത്ത് നിൽക്കുന്ന കടൽ ജലം അള്ളാഹു 2 മീറ്റർ എങ്ങാനും ഉയർത്തിയാൽ ലോകത്തെ സർവമാന കപ്പൽ തുറമുഖങ്ങളും വെള്ളത്തിന്റെ അടിയിലാണ്. മനുഷ്യന് തിന്നാൻ പിന്നെ അരി വരൂല. ഫ്ലൈറ്റുകൾക്ക് യാത്ര ചെയ്യാന്നല്ലാതെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായത് ഒന്നുമേ കൊണ്ടുകൊടുക്കാൻ കപ്പലുകൾക്ക് സാധിക്കാതെ വന്നാൽ മനുഷ്യന്മാർ പട്ടിണി കിടന്ന് മരിക്കൂലേ? അങ്ങനെ ഒരു ആഗോള താപനം കടലിന്റെ ഗതിയെ അള്ളാഹു മാറ്റാൻ പോവുകയാണ്. ആ മാറ്റങ്ങൾ ഗ്രീൻലാൻഡിൽ തുടങ്ങിക്കഴിഞ്ഞു. ഡെൻമാർക്കിലെ ഐസുമലകൾ കാണാതെയായി തുടങ്ങി. ചൈനയുടെ മൂലകളിലുള്ള മലകൾ കാണാതെയായി തുടങ്ങി. ഐസുമലകൾ ഉരുകി ഉരുകി ജലങ്ങളായി ജലാശയങ്ങളിൽ വന്നു ചേർന്ന് കടലിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ, സമുദ്രത്തിന്റെ നിരപ്പങ്ങാനും കൂടിയാൽ, കടൽ ജലം കരയിലേക്ക് ഒഴുകുമ്പോൾ ഇതൊക്കെ നടത്തുന്നത് ആരാന്നറിയോ? മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ്. മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ്. അള്ളാഹുമായി മനസ്സ് കൊടുക്കേണ്ടവനാണ് മുസ്ലിം. അള്ളാഹുവിന്റെ അടിമയാണവൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അന ലില്ലാഹി അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. വ അന ഇലൈഹി റാജിഊൻ, ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ആളാണ്. ഈ ബോധം മനസ്സിലുണ്ടായി ജീവിക്കേണ്ട മുസ്ലിം ഇവിടുത്തെ യൂറോപ്യന്മാരോ പാശ്ചാത്യന്മാരോ അമേരിക്കക്കാരനോ കനേഡിയൻസോ ജീവിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ മക്കളും കള്ളുകുടിയന്മാരും വ്യഭിചാരികളുമായി പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങളുടെ മുൻഗാമികൾ കാണാത്ത രോഗങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും. നിങ്ങളുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. എപ്പോഴെന്നറിയുമോ? ഇദാ ഫശാഫീകുമുൽ ഖുബുസു, വ്യഭിചാരം നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ അല്ലാഹു നിങ്ങൾക്ക് മുൻ സമൂഹങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം സെക്ഷുവലി ട്രാൻസ്മിറ്റീവ് ഡിസീസസ് നിങ്ങളുടെ വീടുകളിലേക്ക്, തെരുവുകളിലേക്ക്, ആശുപത്രികളിലേക്ക് മനുഷ്യൻ കണ്ടാൽ ഇറക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് തരാനുള്ള കാരണം റബ്ബിന്റെ നിയമം നിങ്ങൾ കാറ്റിൽ പറത്തുമ്പോഴാണ്. ഗൗരവത്തിൽ ജീവിക്കേണ്ട കാലം. മുമ്പൊന്നും അത്ര പ്രയാസം ഉണ്ടായിട്ടില്ല മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ. ഇന്ന് ഭയങ്കര പ്രയാസമാണ്. സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, അവര് ഓരോ 3 മിനിറ്റിലും ഓരോ പോൺ സൈറ്റുകൾ, തോന്നിവാസത്തിന്റെ വ്യഭിചാരത്തിന്റെ സൈറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടെത്തിയിട്ട് പറയാ, ഒരു ദിവസം മിനിമം 100 വ്യഭിചാരത്തിന്റെ സൈറ്റുകൾ അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തിന്മ ഇല്ലാത്തൊരു ലോകം ജീവിക്കാൻ പറ്റും. ഈ തിന്മന്റെ ഇടയിൽ നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കണം. ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. ഇതിന്റെ ഇടയിൽ നമുക്ക് ജീവിക്കണം മുസ്ലിമായിട്ട്. അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടികളും അള്ളാഹുവിനെ പേടിച്ച് അന്തസ്സിൽ തലമറച്ച് ശരീരം മറച്ച് ശരീരത്തിന്റെ വർണ്ണമോ നിറമോ കാണിക്കാതെ, ശരീരത്തിന്റെ അവയവത്തിന്റെ ചേലുകോലങ്ങൾ കാണിക്കാതെ അച്ചടക്കത്തോടെ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികൾ മുസ്ലിമീങ്ങളിൽ വേണം. മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെയാവണം. മുസ്ലിം ചെറുപ്പക്കാർ കണ്ടാൽ ഒരു മുസ്ലിമാണെന്ന് തോന്നണം, ഹിപ്പിയാന്ന് തോന്നരുത്. കണ്ടാൽ നല്ല അന്തസ്സുള്ള മുസ്ലിമായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർ വേണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്വഹാബി ഇങ്ങനെ വരുന്നു. സ്വഹാബിയുടെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ ചോര ഒലിക്കുന്നുണ്ട്. നെറ്റി പൊളിഞ്ഞിട്ടേ ചോര വരുന്നുണ്ട്. ഞങ്ങൾ ചോദിച്ചു, മാ ഹാദാ, എന്ത് പറ്റി? ഒന്നുമില്ല നബിയെ, കഥ പറയണ്ട. ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു പെണ്ണിനേറ്റ് ലോഹ്യത്തിലായിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഞാനിപ്പോൾ മുസ്ലിമായി. ഞാൻ ഇപ്പോൾ അവളോട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷെ നബിയെ, ഞാനിങ്ങനെ വരുന്ന വരവിലെ അവളെൻ്റെ എതിരിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ സലാം പറഞ്ഞിട്ടില്ലേ? അന്യ പെണ്ണുങ്ങളോട് സലാം പറയൽ ഹറാമ. പൊന്നു സഹോദരന്മാരെ, അമ്മായിൻ്റെ മക്കളാ മുത്തമ്മാൻ്റെ മക്കളാന്ന് പറഞ്ഞ് സലാം പറയാൻ നിൽക്കണ്ടേ? അതുപോലെ ഹറാമാണെങ്കിൽ പിന്നെ നിങ്ങളെ ബാക്കി വർത്താനങ്ങളൊക്കെ എന്താ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അവളിങ്ങനെ പോയി, ഞാനൊന്നും മിണ്ടിയില്ല. അവളിങ്ങനെ പോയപ്പോൾ ഞാനിങ്ങനെ നോക്കി, അന്നൂറിയില്ല ജുസിഹ, അവളുടെ ബാക്ക് ഇങ്ങനെ നോക്കി, ഇങ്ങനെ അങ്ങനെ നടന്നു. അങ്ങോട്ട് നടക്കുന്നു. നടന്നൊരു ചുമരുമ പോയി മുട്ടിയപ്പോഴാണ് ഞാൻ അറിയണത്. അങ്ങനെ പറ്റിയ ചോരയാ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അജ്ജല ഉഖൂബതഹു ഫിദ്ദുനിയാ. അല്ലാഹു ഒരു മനുഷ്യന് ഖൈർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ ശിക്ഷ അല്ലാഹു ഇവിടെ തന്നെ കൊടുക്കും. ഇവിടെ തന്നെ കൊടുക്കും. അതിനർത്ഥം എന്താണെന്നറിയോ? ആ നോക്കിയതൊരു കുറ്റമായിരുന്നു. സ്വഹാബികൾ മഅസൂമികളായിട്ടല്ല, സ്വഹാബികൾ മഅസൂമുകളല്ല. പക്ഷേ അവർ തെറ്റുപറ്റിയാൽ തൗബ ചെയ്ത് മടങ്ങും. തെറ്റുപറ്റൂല എന്നല്ല, സ്വഹാബത്തിന് തെറ്റുപറ്റാം, പക്ഷെ അവർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്.
അള്ളാഹുലേക്ക് തിരിച്ചു നടക്കുന്നവരാണവർ. നമ്മളെപ്പോലെയല്ല, സാരല്ല, അങ്ങനെയല്ല. ആ നോക്കിയതുപോലും തെറ്റായിരുന്നു. മദീനയിലെ തെരുവുകളിലൂടെ ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോൾ പെണ്ണുകൾ അയച്ചുവിടുന്ന മുസ്ലിമേ, നിന്റെ ഉംറയുടെ കൂലി എത്രയാ ഉണ്ടാവുക? അല്ലേ? തവാഫ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അന്യനാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ തവാഫിന്റെ കൂലി എവിടെ? കാബയുടെ മുമ്പിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ യദാണ്, അള്ളാഹുവിന്റെ കരമെന്ന പോ മനസ്സിലാക്കണം. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. അള്ളാന്റെ കൈയായിട്ടല്ല, പക്ഷേ അത് റബ്ബിന്റെ വലിയൊരു നിഅമത്തും അള്ളാഹുവിന്റെ വലിയൊരു സൃഷ്ടിയുമല്ലേ, സ്വർഗത്തിലെ കല്ലല്ലേ. ആ കല്ല് നിൽക്കുന്ന മതാഫിൽ നിന്നിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കൈപ്പിലൂടെ തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ ചെയ്ത ഉംറയുടെ പൈസ നീ വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? എന്താണതൊക്കെ? അള്ളാന്റെ ഹറമിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ് കാസർകോട്ടേക്ക്, ഞാനിപ്പോ തവാഫ് കഴിഞ്ഞിട്ടോ സായിജി, അള്ളാന്റെ പള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ? അവിടെ നിന്നാണ് നീ പിക്ചർ ഉപയോഗിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ റൗള ഷരീഫിലൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഭവ്യതയോടുകൂടെ സലാം പറഞ്ഞ് ഹബീബിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സ്വാഹിബൈനിക്ക് സിദ്ദീഖെന്നവർക്കും ഉമർ തങ്ങൾക്കും സലാം പറഞ്ഞ് പോരേണ്ട നേരത്ത് അഷ്റഫുൽ ഖൽക്കിന്റെ മുഖത്തേക്ക് ക്യാമറ വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ എന്ത് സിയാറത്താ ചെയ്തത്? എന്ത് ഉംറയാണ് നിന്റെ ഉംറ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നീ സംസാരിച്ചില്ലേ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. പുണ്യ റസൂൽ കടന്നുറങ്ങുന്ന റൗളയുണ്ടവിടെ, ഹബീബ് അവിടെ സംസാരിക്കുന്നില്ല. എൻ്റെ ഹബീബിന്റെ സംസാരത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നാൽ അൻതഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത വിധം നിങ്ങൾ ചെയ്ത സർവ്വ അമലും പൊളിഞ്ഞു പോകും. റസൂലുള്ളാഹിന്റെ റൗളയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. മുഅ്മിനേ, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഖുതുബക്ക് കാത്തിരിക്കുന്ന നേരത്ത് നാട്ടുകാർക്കോ വിശേഷപ്പെട്ടവർക്കോ നീ ഫോൺ ചെയ്യുകയോ, ഫോൺ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹറമിൽ നിന്ന് അറ്റൻഡ് ചെയ്യുകയോ ചെയ്താൽ പോയില്ലേ നിന്റെ കൂലികൾ? എന്താണിതൊക്കെ? ആ ലോകത്താണ് പിന്നെ കണ്ണിനെ അഴിച്ചുവിടുന്നത്. ഹറമിന്റെ മുറ്റത്ത് പെണ്ണുങ്ങളായേക്കാം, അന്യ നാട്ടുകാരുണ്ടാകില്ലേ? കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാറുണ്ടോ? ഉസ്മാൻ തങ്ങളാണ് ഏതോ ഒരു പെണ്ണിന്റെ കാലിലെ പാദസരം കണ്ടുവന്ന സ്വഹാബിയോട്, കണ്ണിൽ വ്യഭിചാരം കൊണ്ട് ഇങ്ങനെ കയറി വരികയാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ചിന്തിപ്പിക്കണ്ടേ മുഅ്മിനെ? ആലോചിക്കേണ്ടേ മുഅ്മിനെ? ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. നബിയെ പറഞ്ഞു കൊടുക്കണം, കുല്ലിൽ മുഅ്മിനീന, ഈമാനുള്ള പുരുഷന്മാരോട് പറയണം. ആരായി പുരുഷൻ എന്ന് പറഞ്ഞെന്നറിയോ? സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടി മുതൽ ഇന്നത് മനസ്സിലാക്കണം. താടി മീശി വന്നോരെന്ന് മാത്രല്ല, വലത് കൈ ഇടത് കൈയിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടോ? യുമയ്യിസുൽ യമീന മിനൽ യസാർ, ഇടതേതാണ് വലതേതാണെന്ന് തിരിയാൻ തുടങ്ങിയാൽ ആ മക്കളോട് നിസ്കരിക്കാൻ പറയണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ശറഅ് കാണുന്നത് നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിയാനായിട്ടുണ്ടോ, നീ പുരുഷനായിട്ട് തന്നെ കണക്കാക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൻ നൂറിലൂടെ മനോഹരമായ ഒരു ആയത്ത് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങളുടെ ഔറത്തുകൾ, നിങ്ങളുടെ ഭംഗിയോ നിങ്ങളുടെ അലങ്കാരങ്ങളോ പെണ്ണുങ്ങളെ അന്യർക്ക് കാണിച്ചു കൊടുക്കരുത് അല്ലേ? പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വെളിവാകുന്ന കൈയിന്റെ സാക്ക് വരെ, കാലിന്റെ സാക്ക് വരെ, അല്ലെങ്കിൽ തലമുടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അനുവാദമുള്ളവർ നിങ്ങളുടെ വാപ്പമാർ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ പെങ്ങള്, അല്ലെ നിങ്ങളുടെ ജ്യേഷ്ഠത്തി, നിങ്ങളുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് അവിത്തിഫിലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ. അല്ലാഹു തആല ഉപയോഗിക്കുന്ന വാക്കുകളുടെ കണിശത ഒന്ന് നോക്കണം. ആർക്കേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ? അവിത്തുഫിലി, ഒരു കുട്ടിന്റെ മുമ്പിൽ തലമറക്കാതെ ഒരു പെണ്ണ് നിൽക്കാൻ പറ്റും. എങ്ങനത്തെ കുട്ടിയെന്നറിയോ? ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടി. കുട്ടികളുടെ മുമ്പിൽ പോയിട്ട് പോലും നിങ്ങളുടെ ശരീരം മറക്കണേ എന്ന് അല്ലാഹു പറയുകയല്ലേ പെണ്ണേ നിന്നോട്? എല്ലാ കുട്ടികളും എന്ന് അല്ലാഹു പറഞ്ഞിരുന്നുവെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ കുട്ടി പിന്നെ വലിയ ഉമ്മയെ കയറിയേനെ. അതുകൊണ്ടാണ് ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ മശ്റൂതായ ജുംലയാണ്, കണ്ടീഷണൽ ക്ലോസ്.
എന്താണെന്നറിയോ? ഔറത്തൊന്നും തിരിയാത്ത കുട്ടി, ആ കുട്ടിന്റെ മുമ്പിലായിക്കോട്ടെ. മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വകാര്യതകൾ തിരിച്ചറിഞ്ഞ കുട്ടികളെ നിങ്ങൾ വലിയവരെ പോലെ കാണണം എന്ന് പറഞ്ഞ ശരീഅത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നുണ്ടോ? കാതുകൾ സൂക്ഷിക്കുന്നുണ്ടോ? മനസ്സുകൾ സൂക്ഷിക്കുന്നുണ്ടോ? ഖുല്ലിൽ മുഅ്മിനീന, നബിയെ നിങ്ങൾ പറയണം, നിങ്ങൾ പറഞ്ഞാൽ യഗുല്ലൂ, അവരനുസരിക്കുക തന്നെ ചെയ്യും. യഗുല്ലൂന എന്നല്ല, ഖുൽ യഗുല്ലൂ, ഖുൽ യഗുല്ലൂ, അങ്ങയോടുള്ള ആജ്ഞയാണ്, അതിന്റെ ജവാബാണ് നബിയെ യഗുല്ലൂ. അവർ അങ്ങ് പറഞ്ഞത് അനുസരിക്കുന്നവരാണ്, കണ്ണു ചിമ്മും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജനാസ സംസ്കരിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ സ്വഹാബിൽപ്പെട്ട ഒരാള് അവിടെയുള്ള വീടിന്റെ ഉള്ളിലേക്ക് കണ്ണയക്കുകയും വീടിന്റെ അടുക്കളയിൽ ഒരു പെണ്ണിനെ നോക്കുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോ, ലവിം ഫഖഅത് ഐനുക ലകാന ഖൈറൻ ലക, നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ അതായിരുന്നു മോനെ നിനക്ക് ഈ ജുമഈ ജനാസ സംസ്കരിക്കാൻ വന്നതിനേക്കാളും ഖൈർ. നീ അന്യ പെണ്ണിനെ നോക്കുകയല്ലേ. ജനാസക്ക് പോകുമ്പോ ഇത് ഉറൂസിന് വരുമ്പോഴും ബാധകമാണ് സഹോദര, കല്യാണത്തിന് വരുമ്പോഴും ബാധകമാണ്, വഅദിന് വരുമ്പോഴും ബാധകമാണ്. കല്യാണത്തിനോ സദ്യക്കോ കൂടുമ്പോ